എന്തു പറ്റി? എന്തായിരുന്നു അവിടെ എന്ത്? പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്തായിരുന്നെന്ന്? എന്താ എനിക്ക് മനസ്സിലായില്ല. പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ജയനായിട്ട് എന്തായിരുന്നു പരിപാടിയെന്ന്? എന്താ എനിക്ക് മനസ്സിലായില്ല. എന്ത് പരിപാടി? നമ്മൾ ഒന്നിച്ചല്ലേ ഇറങ്ങിയ? ഒന്നിച്ചല്ലേ ജയനോട് ബൈ പറഞ്ഞിറങ്ങിയ? പിന്നെന്ത് പരിപാടി? നമ്മൾ ഒന്നിച്ച് ബൈ പറഞ്ഞിറങ്ങി. ഞാനൊരു ഹാൻഡ് ഷേക്ക് കൊടുത്തിറങ്ങി. നീ എന്താ കാണിച്ചേ? എന്താ കാണിച്ചേ? ഒരു 10 മിനിറ്റ് അവൻ്റെ കയ്യിൽ മുറുക്കിപ്പിടുത്തവും പിന്നെ ഒരു ഹാൻഡ് ഷേക്കിൻ്റെ പേരിലൊരു കെട്ടിപ്പിടുത്തവും. ഞാനുള്ളപ്പോൾ നീ ഇങ്ങനെ, ഞാൻ ഇല്ലാതെ നീ അവനൊക്കെ ഒരു ഉമ്മയും വെച്ചേനല്ലോടി. സനു, നിനക്ക് പ്രാന്താണ് ശരിക്കും. നീ എന്തൊക്കെയാ പറയുന്നത്? ഓഹോ, അതെ, ഭ്രാന്താണ്. ഞാൻ പറഞ്ഞേ കുഴപ്പം, നീ കാണിച്ചതല്ല. സാധാരണ ആരെങ്കിലും ഒരു ബൈ പറഞ്ഞിറങ്ങുമ്പോൾ ഒരു ഹാൻഡ് ഷേക്കൊക്കെ ഓക്കെയാണ്. നീ എന്താ അവിടെ കിടന്ന് കാണിച്ചേ? അവൻ്റെ കൈ കയറി പിടിച്ചൊരു 10 മിനിറ്റും പിന്നെ ഒരു കെട്ടിപ്പിടുത്തം. കെട്ടിപ്പിടിച്ചെന്നാ? സനു, അവൻ ജസ്റ്റ് ഷോൾഡർ ചേർത്തൊന്ന് മുട്ടിച്ചു. അതും വെരി നോർമലി. അതിൽ വേറൊരു ദുരുദ്ദേശവും ഇല്ല. ഞങ്ങൾ കോളേജ് തൊട്ട് ഫ്രണ്ട്സ് അല്ലേ? സനുവിന് അറിയാവുന്നതല്ലേ? ഈ ചേർത്ത് ചേർത്ത് തോളും തോളും മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടുത്തം നമ്മുടെ നാട്ടിൽ പറയുന്നത്. സനു, പണ്ടേ ഞങ്ങൾ കുറച്ച് ക്ലോസ് ആണ്. അവൻ ക്യാഷ് നിനക്ക് അവനെ കെട്ടി അവൻ്റെ കൂടെ പോയിരുന്നില്ലേ? പിന്നെ കെട്ടിപ്പിടിക്കും ഉമ്മയൊക്കെ എന്ത് വേണമെങ്കിലും ആവായിരുന്നല്ലോ. നിനക്കെന്തായാലും ഒന്നും പറയാനില്ലേ? ശരിയാ, അത് മതിയായിരുന്നു. പിന്നെന്തിനാണ് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോന്നേ? എന്തൊന്നും പറയാനില്ലേ? ഈ വീട്ടുകാരുടെ പണ്ടാരടങ്ങാനുള്ള ജാതകവും പൊരുത്തവും മണ്ണാങ്കട്ടയും അതൊക്കെ തന്നെ. ഇപ്പോഴും ഒരു പെൺകുട്ടിയോട് ചോദിച്ചിട്ടാണ് എന്തേലുമൊക്കെ തീരുമാനിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് വേറെ. ഓ, അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നല്ലേ? ആരും തമ്മിൽ? നീയും ആ കെട്ടിപ്പിടിച്ചവനും തമ്മിൽ? അവനായിട്ടെന്നല്ല, ഞാൻ ആരുമായിട്ട് ഒരു പ്രണയത്തിലായിരുന്നില്ല. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ എനിക്ക് എന്നെ സെലക്ട് ചെയ്യണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ. ഇതുപോലെ ഈ ജാതകവും പൊരുത്തവും നോക്കി ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നില്ല. ഓഹോ, അത് ശരി. ഇപ്പൊ പെട്ടു എന്നായിരിക്കുമല്ലേ? അതെ, പെട്ടുപോയെന്ന് തന്നെ. നീ എങ്ങനെയാടി പെട്ടുപോകുന്നേ? നിനക്ക് എന്ത് കുറവാടി ഞാൻ വരുത്തിയിട്ടുള്ളത്? നിന്റെ ചെലവ് പോലും ഞാൻ തന്നെ എടുക്കുന്നേ. നിനക്ക് എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? എൻ്റെ ചെലവ് നോക്കാൻ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നല്ലോ. സനു പറഞ്ഞിട്ടല്ലേ ഞാനത് വേണ്ടെന്ന് വെച്ചത്. ദൂരെയാണ്, പോകണ്ട എന്നും പറഞ്ഞു. വേറെ നോക്കാനും സമ്മതിച്ചില്ലല്ലോ. എന്തൊക്കെയായാലും നീ എൻ്റെ ചെലവിലല്ലടി ജീവിക്കുന്നത്. നീ ഇപ്പം ഇരുന്ന് ഞെളിഞ്ഞിരുന്ന് ഓടിക്കുന്ന ഈ കാറ് പോലും ഞാൻ മേടിച്ചല്ലടി. ഈ ചെലവിനുള്ള പൈസയൊക്കെ ആദ്യമേ എൻ്റെ വീട്ടുകാരുടെ നിന്ന് മേടിച്ചല്ലേ? ഓ, അതിൻ്റെ അഹങ്കാരമായിരിക്കും. എന്തൊലക്കേടി നിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ. അതിൻ്റെ കണക്കൊന്നും നീ പറയണ്ട. ഈ വണ്ടി മേടിക്കാൻ പോലെ തേഞ്ഞില്ല. അല്ല, ഈ വണ്ടി മേടിച്ചിട്ട് സനുവിന് എന്താക്കാനാ? ലൈസൻസും ഇല്ല, ഓടിക്കാനും അറിയില്ല. ഞാൻ തന്നെ വേണ്ടേ ഓടിക്കാൻ? അതെ അതെ, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയായിരിക്കും, നിനക്ക് ലൈസൻസും ഉണ്ട്. പക്ഷേ വണ്ടി വാങ്ങാനുള്ള വകുപ്പ് ഞാൻ തന്നെ ഒപ്പിച്ചില്ലേ? തോട്ടി കയ്യിലിട്ട് ആനയില്ല എന്ന് പറഞ്ഞ കണക്ക്. എനിക്ക് എന്തുണ്ടാക്കാനെന്നല്ലേ? ഒന്നടക്കടി. നീ കൂടുതലിരുന്ന് കളിക്കില്ലേ? നിന്റെ വീട്ടുകാരെന്ന കാശ് നീ തോട്ടിക്ക് പോലുള്ള പൈസ കഴിഞ്ഞില്ല. ഈ ആനയെ മേടിച്ച ഞാനാ, നീ ഇതിൻ്റെ പാപ്പാനും. ഈ ആന എങ്ങോട്ട് പോകണം, എവിടെ പോകണം, എങ്ങോട്ട് തിരിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ കൂടുതലിരുന്ന് കളിച്ചാലേ നീ നിന്റെ വീട്ടിൽ ഇരിക്കും. ഈ വണ്ടിയെ നേരെ അങ്ങോട്ട് പോകും, പിന്നെ ഞാൻ അവിടെ ഇറക്കും. ഞാൻ വേറെ ഡ്രൈവറെ വെച്ച് എൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോകും. നീ നിൻ്റെ വീട്ടിൽ നാണം കിടും. നീ അല്ലെങ്കിൽ വേറൊരു ബാപ്പൻ, മനസ്സിലായ? വണ്ടിയുടെ സ്റ്റിയറിങ് നിൻ്റെ അല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങോട്ട് തിരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. നീ ആരെ കെട്ടിപ്പിടിക്കണം, ആരെ ഉമ്മ വയ്ക്കണം ഞാൻ തീരുമാനിക്കും. കേട്ടോടി? ഡി, വണ്ടി ഒന്ന് സൈഡാക്കി. അവിടെ ഒന്ന് ചവിട്ടി നിർത്താൻ.
എനിക്കേ ഒന്ന് മൂത്രം ഒഴിക്കണം. ഈ പുല്ല് ഡീ ഒന്ന് തുറന്നേടി. എടീ തുറക്കാൻ. പുല്ല് വണ്ടി പോട്ടെ. ഇതാ കൂടെ എന്തേടി എന്താന്ന്? ആനേ സനി തന്നെ വെച്ചോ, തോട്ടിയും വെച്ചോ, വേറെ പാപ്പാനെയും കണ്ടുപിടിച്ചോ, ഇഷ്ടം പോലെ സ്റ്റിയറിങ്ങും തിരിച്ചോ. ഈ ആനയും പാപ്പാനും തോട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാനോ നോക്കട്ടെ. ഓക്കെ ബൈ. പോലടി ഡി. ഏയ് ഇതാ കൂടെ